മിനിവാൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കയ്യിലുള്ളത് കിയയുടെ ഫസ്റ്റ് പിക്കപ്പ് ട്രക്കായ കിയ ടാസ്മാനാണ്. വെറും ഒരു പിക്കപ്പ് ട്രക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു പ്രീമിയം പിക്കപ്പ് ട്രക്ക്. കിയയുടെ ഒരുപാട് ടെക്നോളജി അവർ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 23 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേയും അതിൻ്റെ കൂടെ തന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേയും ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ല ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഡാഷ് ബിൽഡ് ക്വാളിറ്റിയൊക്കെ നല്ല പ്രീമിയമാണ്. പിന്നെ ഹർമൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ കിയ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സീറ്റ് ഹീറ്റഡ് ആൻഡ് വെൻറ്റിലേറ്റഡ് സീറ്റാണ്. ഫ്രണ്ട് റോ, പുറകിലുള്ളത് ഹീറ്റഡ് സീറ്റാണ്. ഒരു 2.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് പവർ നൽകുന്നത്. വണ്ടിയിൽ നമുക്ക് എവിടെ നോക്കിയാലും മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസാണ്. കൂടാതെ 2 വയർലെസ് ചാർജിൻ്റെ പോർട്ടും ഫ്രണ്ട് കൺസോളിൽ അവർ നൽകിയിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു പിക്കപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നല്ല ഓഫ് റോഡർ കൂടിയാണ്. നമ്മുടെ കയ്യിൽ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ വണ്ടിയുണ്ട്. ഡെസേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടിയും കൊണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് വണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു 1000 കിലോ ലോഡിങ് കപ്പാസിറ്റിയും അതുപോലെ 3000 കിലോ ടോയിങ് കപ്പാസിറ്റിയും ഈ വണ്ടിക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ SUV-ലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ചെറിയൊരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് കിയ ഈ വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു 100-ന് മുകളിൽ പോകുമ്പോൾ ഒരു വിൻഡ് നോയ്സും ആ ഒരു ഇതൊക്കെ നമുക്ക് വണ്ടിക്കുള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് ഒരു പിക്കപ്പിലൊന്നും കാണാത്ത രീതിയിലുള്ള AC വെൻ്റാണ് ഇതിലുള്ളത്. കംപ്ലീറ്റ് നമ്മളൊരു ഹിഡൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഹണി കോംബ് ടൈപ്പ് AC വെൻറ്റുകളാണ് വണ്ടിയിൽ മൊത്തമായിട്ട് ഉള്ളത്. നമുക്കിതിൽ ഒരുപാട് ടെറൈൻ മോഡുകൾ വണ്ടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്നോ, മഡ്, ഡെസേർട്ട്, റോക്ക്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്ക് 3 ഡ്രൈവ് മോഡുകളാണുള്ളത്. ഇക്കോ, നോർമൽ, സ്പോർട്ട്. പിന്നെ നമുക്ക് മൈ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിലെ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ എടുത്തു പറയേണ്ട കാരണം 360 ഡിഗ്രി ക്യാമറയൊക്കെ ക്വാളിറ്റി വിഷ്വൽസ് ആണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒരുപാട് പ്രീമിയം വണ്ടികളിലൊക്കെ കണ്ടുവരുന്ന പോലെ സെൻറ്ററിൽ ഈ ഒരു ആംറസ്റ്റ് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒരു ലാപ്ടോപ്പ് വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് മാറ്റാം. അത്യാവശ്യം പ്രീമിയം ഫിനിഷിംഗ് ആണ് ഇതിനൊക്കെ ഉള്ളത്. സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ എല്ലാം പ്രീമിയം ഫിനിഷിങ്ങിലാണ്. നമുക്ക് പുറകിലിരിക്കുന്ന ആൾക്കും ഫ്രണ്ട് സീറ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം അവർ ചാർജിങ് പോർട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് ഉപയോഗിച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഡ്രൈവ് അസിസ്റ്റിൻ്റെ സ്വിച്ചുകളും സ്റ്റിയറിങ്ങിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ടെറൈൻ മോഡുകളുടെ സ്വിച്ചും ഡ്രൈവ് മോഡ് കൺട്രോൾ സ്വിച്ചും സ്റ്റിയറിങ്ങിൽ തന്നെയാണുള്ളത്. കിയ സ്റ്റിയറിങ്ങിന് പുറകിലായിട്ടാണ് ഇതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിട്ടുള്ളത്. ഗിയർ ലിവർ പുറകിലേക്ക് ഇട്ടാൽ റിവേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് കൊടുത്താൽ ഡ്രൈവ് മോഡും ആവും. പാർക്കിംഗ് ബ്രേക്കും ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്താൽ പാർക്കിങ്ങിലേക്ക് പോകും. ഡാഷിലാണ് മറ്റ് സ്വിച്ചുകളൊക്കെ കൊടുത്തത്. എല്ലാത്തിനും ഒരു പ്രീമിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ കൺട്രോളിങ് ആയാലും ഫാനിൻ്റെ കൺട്രോളും ഒക്കെ ഒരു പ്രീമിയം ഫിനിഷിലാണുള്ളത്. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ വിൻഡോയുടെ കൺട്രോൾസ് ഉണ്ട്. സീറ്റ് വെൻറ്റിലേഷന്, ഹീറ്റിങ്, അതുപോലെ തന്നെ സ്റ്റിയറിങ് നമുക്ക് ഹീറ്റിങ്ങിൻ്റെ ഓപ്ഷന് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിക്കപ്പ് ട്രക്ക് ആണെങ്കിൽ കൂടി കിയ ഇതിലൊരു സൺറൂഫ് ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. സെൻട്രൽ കൺസോളിലാണ് ഇതിൻ്റെ 4 വീലും 2 വീലും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള നോബുള്ളത്. നമുക്ക് ഇവിടെ ഇതിൽ 2 ഹൈ, 4 ഓട്ടോമാറ്റിക്, 4 ഹൈ, അതുപോലെ തന്നെ ഓഫ് റോഡ് എക്സ്ട്രീമിൽ പോകാം, 4 ലോ മോഡുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ റൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ഹോൾഡ്, ക്യാമറയുടെ ഓപ്ഷൻ, അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, റിയർ ഡിഫ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ നമുക്കിവിടെ കിയയുടെ DBC അതുപോലെ തന്നെ എക്സ്ട്രാ മോഡുകളുണ്ട്. നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ കിയയുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കൊടുക്കും. ഖത്തറിൽ ഇതിന് ഏകദേശം 1,10,000 റിയാലാണ് ബേസ് മോഡലിന് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 1,79,000 പ്ലസ് ആക്സസറീസ് നമ്മൾ ചെയ്യുന്ന മോഡിനനുസരിച്ച് ആ ഒരു പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.